ഇല്ല, അത് നേരത്തെ അതിലൊക്കെ ശ്രീമതി പി ദിവ്യ എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുകയില്ല. കാരണം അവർക്ക് ഒരു സന്തോഷം, ഒരു ആവേശത്തിന്റെ പുറത്ത് എന്നെ രണ്ടെന്തെങ്കിലും പറഞ്ഞിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാൻ അതൊന്നുമല്ല പറഞ്ഞതെന്ന് അഭിലാഷിനും ഇത് കേട്ടു നിൽക്കുന്ന ഈ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്കും അറിയാം. 90കളിൽ അത് മാത്രമല്ല, അവർ അതിനിടയിൽ പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതാവിരുദ്ധമായ കാര്യവും തിരുത്തണം. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയവും അതിന്റെ രക്തസാക്ഷിത്വം ഒക്കെ സുധാകരനൊക്കെ വളരെ മുമ്പുണ്ടാവുന്നുണ്ട്. 70കളിലാണ് കൊളങ്ങരത്ത് രാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ വളരെ ഉശിരനായ ഒരു പ്രവർത്തകനെ ഈ പറയുന്ന പെരളശ്ശേരി കോട്ടത്തെ ബീഡി ബ്രാഞ്ചിൽ ബോംബെറിഞ്ഞ് കൊല്ലുന്നത്. ഇത് പഴയതാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ദിവസത്തെ വേണ്ടി രാഷ്ട്രീയം ഉണ്ടാക്കരുത്. അതാണ് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി, ഇന്ന് രാത്രിയത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയമൊക്കെ ഞാൻ നേരിട്ട്, എനിക്ക് അത് ഈ പറയുന്ന കാലത്തൊക്കെ ഞാൻ ഈ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് സഖാവ് കൊളങ്ങരത്ത് രാഘവൻ എന്ന് പറയുന്ന ഉശിരനായ ബീഡി തൊഴിലാളിയെ ഈ അദ്ദേഹത്തിന്റെ ബീഡി ബ്രാഞ്ചിലേക്ക്, ബീഡി തെറുപ്പ് തൊഴിലാളികൾക്കിടയിലേക്ക് ബോംബെറിഞ്ഞ് വധിച്ച സംഭവമൊക്കെ 70കളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ബോംബ് രാഷ്ട്രീയമൊക്കെ കണ്ണൂരിൽ വളരെ മുമ്പാണ്. അതൊന്നും ഈ പറയുന്ന ഒരു ദിവസത്തെ ഈ പത്രക്കാരൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പ്രശ്നം വലിയ പ്രശ്നമാണ്. 90കളിലെ ഈ സംഘർഷത്തിൽ ഉണ്ടായിരുന്ന ഗൂഢാലോചനയുടെ പുറകിൽ പലരുണ്ട്. ഉദാഹരണത്തിന് MV രാഘവന് ഒരു റോൾ ഉണ്ടായിരുന്നില്ല ആ കാലത്തെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ, CPM വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഒരു റോൾ ഉണ്ടായിരുന്നു. ഈ കേസുകളൊന്നും യാദൃശ്ചികമായിട്ട് വിട്ടുപോകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. കുറെ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ ഈ പറയുന്ന അബിൻ വർക്ക് ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നിയമപരമായിട്ട് സുധാകരൻ തോക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആള് കേസ് പ്രതിയായില്ല, എങ്ങനെ വന്നു? ഈ പറയുന്ന MV രാഘവൻ ഇപ്പൊ ആരുടെ, ഈ MV രാഘവൻ അനുസ്മരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാരാണ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സംഘർഷം ഒക്കെ നടക്കുമ്പോൾ ഈ പറയുന്ന ഞങ്ങൾ കണ്ണൂരിലെ പൊതുപ്രവർത്തകരായിട്ടുണ്ട്. ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അറിയണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ രക്തവും ഈ വെടിമരുന്നും ഒക്കെ കണ്ടുവന്ന മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചത് കെട്ടുകഥയോ പണ്ടാരോ പറഞ്ഞു തന്നതോ ഇന്നത്തെ രാത്രിയത്തെ ഈ പറയുന്ന ചർച്ചയെ ജയിക്കാൻ വേണ്ടി പറയുന്ന പോയിന്റും അല്ല, നേരിട്ട് കണ്ടതാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ MV രാഘവനെ അന്ന് ഈ ശത്രുപക്ഷത്തെ ഈ പറയുന്ന K സുധാകരൻ കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹത്തോട് തോൾ ചേർന്ന് നിന്നിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് CPM വിരുദ്ധ രാഷ്ട്രീയത്തിൽ MV രാഘവൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ ഇപ്പൊ അദ്ദേഹത്തിന്റെ അനുസ്മരണം CPM ആണ് നടത്തുന്നത്. കാര്യങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? കേസുകൾ തുടരെ വിട്ടുപോവുക ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ നിലയിൽ എത്ര കേസുകൾ വിട്ടുപോയിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഇത് മാത്രമല്ല, കണ്ണൂരിലെ കേസ് മാത്രമല്ല, തൃശ്ശൂരിലെ കേസ്, അതിന്റെ പുറകിൽ നടന്നിട്ടുള്ള അന്തർനാടകങ്ങൾ. ഇപ്പൊ ഏറ്റവും ഒടുവില് TP കേസിന്റെ ഉന്നതതല ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകളും അതിന് ഈ പറയുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന ഒരു ഉള്ളടക്കവും ഇല്ലാത്ത മറുപടികൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എനിക്കൊക്കെ നേരിട്ട് അറിയാവുന്ന കുറെ കാര്യമുണ്ട്. ഞാൻ ഇതിനൊന്നും പുറകെ ഇപ്പൊ തൽക്കാലം ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല.